show me if we're together. It don't matter if it rains all day, oh yeah, all day. As long as you're in my arms, boy. Hello, guys, welcome back to my YouTube channel and welcome back to another episode of my life. ഇത് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ചത്തെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ആണ് വിഷു. ഐ ജസ്റ്റ് ട്രൂലി എൻജോയ് ടീച്ചിങ് ഡാൻസ് ടു മൈ സ്റ്റുഡൻസ്. ഇതെനിക്കൊരു ജോലി പോലെയല്ല. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സോളിൻ്റെ ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി സാറ്റർഡേ സൺഡേ എനിക്ക് അതൊരു വെറും വീക്കെൻഡ്സ് പോലെയല്ല. ദീസ് ആർ ദ ഡേയ്സ് ഐ ഫീൽ മോസ്റ്റ് അലൈവ്. കുറേ ക്രിയേറ്റീവാണ്, കുറച്ച് എന്തെങ്കിലും ചെയ്ത ഒരു ഫീല് കിട്ടുന്ന ദിവസമാണ് ഈ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോഴേ. സത്യം പറഞ്ഞ ഒരു പോസിറ്റീവ് വൈബാണ്. അവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ജേർണി ടുഗെദർ. ആൻഡ് ഇതൊരു വേറൊരു ഫാമിലിയാണ് എൻ്റെ സെക്കൻഡ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ എ ഹെക്റ്റിക് ഡേ ഓഫ് ക്ലാസ് നമ്മുടെ ഹാർട്ട് ഹാപ്പി ആണെങ്കിലും ബോഡി നല്ല ടയേർഡാണ്. പക്ഷെ ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് മേക്സ് മൈ ഡേ കംപ്ലീറ്റ്. അത് അമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഹോം കുക്ക്ഡ് ഫുഡാണ് കേട്ടോ, വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ഓരോ സ്പൂണിലും ആ വാംത്ത് ഉണ്ട്, വിച്ച് ഓൺലി എ മദർ ക്യാൻ ഗിവ്. അതേപോലെ ഞാൻ എത്ര പ്രായമായാലും ഈ ഒരു ഡബ്ബ ഉണ്ടല്ലോ അമ്മയുടെ നിന്ന് കിട്ടുന്നത്, ദാറ്റ് വിൽ ഫീൽ ലൈക്ക് മാജിക്. വിദ്യ വന്നതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ആണ്. വിദ്യ മരിഞ്ചേട്ടനും കൂടെയുള്ള ഫസ്റ്റ് വിഷുവും കൂടിയാണ്. അപ്പോൾ വിദ്യ ഇത്തവണ നല്ല ഗ്രാൻഡാക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷുക്കോടി എടുത്തു തന്നു. അപ്പം വിഷുവിന് കണി വയ്ക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആഡ് ഓൺസും കൂടി വിദ്യ മരിച്ചേട്ടനും കൂടി പോയി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു. വിഷുക്കണി എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ പണ്ടൊക്കെ എനിക്ക് ഇതിൻ്റെ പുറകിലുള്ള കസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എന്തിനാണ് വെക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന, അതായത് രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുള്ളൂ. നമ്മുടെ മാവൊക്കെ തന്നെ അതൊരു ക്യാൻഡിഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നുകൊണ്ടിരുന്നേ? വിഷുക്കണി. അപ്പോൾ വലിയ ധാരണയൊന്നും ഇല്ലാണ്ടാണ് ഞാനിത് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. സംഭവം കളറാവണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ട വാലും തുമ്പൊക്കെ ഉണ്ടല്ലോ, ആറന്മുള കണ്ണാടി വെക്കണം, കണിക്കൊന്ന വെക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളത് അറിയാം. അതുകൊണ്ട് ഇതെല്ലാം ബ്യൂട്ടിഫൈ ചെയ്യാനാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ള കണിയൊന്നും ആരും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അത് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത് എന്നൊക്കെ വളരെ റിസർച്ച് ചെയ്തൊക്കെ പഠിച്ച് കണിയൊക്കെ വെക്കുന്നത് കല്യാണത്തിന് ശേഷമാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം എൻജോയ് ചെയ്തിരുന്നോ അത്രയും തന്നെ അർജുൻ ചേട്ടനും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കണി ഒരുക്കുന്നത് അത് നെക്സ്റ്റ് ഡേ വന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ അർജുൻ ചേട്ടൻ കാണിക്കാറുണ്ട്. എന്തായാലും ഇത്തവണ വിഷുക്കണി ഒരുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 പേരുണ്ട്. കണ്ടല്ലോ, കൊച്ചു ബേബിയും ഉണ്ട്, നാദുവും ഉണ്ട്. 2 പേരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നാദു ആയിരുന്നു കൂടുതൽ ഹെൽപ്ഫുൾ, അത് പിന്നെ എടുത്ത് പറയണ്ടല്ലോ. പിന്നെ അരുളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അരുളിൻ്റെ ഫസ്റ്റ് വിഷുക്കണി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇതിനോടൊപ്പം തന്നെ അരുൾ എനിക്ക് വീഡിയോയും എടുത്തു തരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അർജുൻ ചേട്ടൻ അപ്പുറത്തെ പട്ടിക്കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അർജുൻ ചേട്ടൻ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിവിടെ പീസ്ഫുള്ളി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായതിനു ശേഷം നാളെ വിഷുവിനിടാനുള്ള വിഷുക്കോടി വിദ്യ കൊച്ചു ബേബിക്ക് കൊടുക്കുവാണ്. സർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ജീവനായിട്ടുള്ള കൊച്ചു ബേബിക്ക് ഇത് കിട്ടിയതും അപ്പം തന്നെ ഇടണം എന്നുള്ള വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇത് അർജുൻ ചേട്ടനുള്ളത്. പൊതുവെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അർജുൻ ചേട്ടൻ അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടാറില്ല. കുറച്ച് ചൂസിയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. പക്ഷെ വിദ്യ വാങ്ങിച്ചു കൊടുത്ത് ഈ ഷർട്ടും മുണ്ടും അർജുൻ ചേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യയും.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലീനിങ് ആക്ടിവിറ്റീസിലോട്ട് കടന്നാലോ? വിഷു അല്ലേ? അപ്പോൾ എന്തായാലും ബാക്കി എല്ലാ ദിവസവും വീട് കഴുകി ഇറക്കിയിട്ട് വിഷുവിൻ്റെ തലേദിവസം വീട് കഴുകി ഇറക്കിയില്ലെങ്കിൽ അതൊരു മോശമായി പോവില്ലേ? ഞാനും ആശമ്മയും കൂടെ പടപടേന്ന് വീട് മുഴുവനും കഴുകി ഇറക്കി ക്ലീനാക്കി. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ വൈകിയത് കൊണ്ട് തന്നെ വെളുപ്പാങ്കാലം എഴുന്നേറ്റ് കണി കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങോട്ട് തീർന്നു കിട്ടി. എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കുഞ്ഞു ആവയും ചിക്കുവും കൂടെ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കണ്ണിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണി കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു വന്നു. ഞാനിപ്പോൾ ഈ വിഷുവിനിട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഷുക്കോടിയാണ്. ഇത് എനിക്ക് എൻ്റെ മോൻ വാങ്ങിച്ചു തന്ന വിഷുക്കോടിയാണ്. സോറി, വിഷുക്കോടിയല്ല, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്ന ഡ്രസ്സാണ് കേട്ടോ. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പ്രാവശ്യം വിഷുവിന് ഞാൻ ഇതിടും, ഇതിട്ടിട്ടായിരിക്കും കണി കാണുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് കുഞ്ഞുവാവ വാങ്ങിച്ചു തന്ന ആ ഒരു കുർത്തി ഇട്ടു. മോക്ക് വിദ്യ വാങ്ങിച്ചു തന്ന വിഷുക്കോടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട്. ആ ഒരു ബ്ലൗസിൽ എൻഡിൽ വരുന്ന ആ ഒരു ഹാങ്ങിങ്സ് ഒക്കെ ടൂ പ്രിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ പതിവ് പോലെ കൊച്ചു ബേബി ഒരുങ്ങാനൊക്കെ ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു കേട്ടോ. കണ്ണെഴുതാനും പൊട്ട് വെക്കാനും ഒക്കെ ആയിട്ട്. എന്തായാലും വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് മനുവും ചിക്കും ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇനിയാണ് നമുക്ക് കൈനീട്ടമൊക്കെ വാങ്ങിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഞങ്ങളുടെ വിഷുക്കണി. കൊച്ചു ഓൾറെഡി കണി കണ്ടതാണ്. എന്നാലും കുളിച്ചൊരുങ്ങി വന്നപ്പോൾ ഒന്നും കൂടി കണി കാണാനായിട്ടൊരാഗ്രഹം. അപ്പം ശരി, ആയിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ. കഴിഞ്ഞ വിഷുവിനാണ് കൊച്ചേബിയെ കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ കാല് തൊട്ട് തൊഴണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. അന്നേരം ഞങ്ങളിങ്ങനെ കൈ പിടിച്ചിട്ട് കാല് വെച്ച് കണ്ണിൽ വെപ്പിക്കുമായിരുന്നേ. ഇപ്പതാ ഈ വിഷു ആയപ്പം ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ആള് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് കാല് തൊട്ട് കണ്ണി വെക്കാനൊക്കെ പഠിച്ചു കേട്ടോ. എന്ത് പെട്ടെന്നല്ലേ വർഷം പോകുന്നതും ആൾക്കാർ വലുതാവുന്നതും. അമ്മ പറയുന്നതിൻ്റെ ആ ഒരു ഫീൽ എന്തുവാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അനുവും അരുൺചേട്ടനും വിദ്യയും കൂടെ വെളുപ്പാങ്കാലം എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി മനു കിടക്കാൻ വൈകിയിരുന്നു. അപ്പോൾ ഉറങ്ങാതെ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ആളിച്ചിരി ടയർഡായി ഉറങ്ങിപ്പോയി. അതാണ് ഈ ഒരു സമയത്ത് അനുവിനെ കാണാത്തത്. അപ്പോഴേക്കും കോടി ഉടുപ്പൊക്കെ ഇട്ട് മിസ്റ്റർ ഹാൻസം വന്നു കഴിഞ്ഞു എനിക്ക് കൈനീട്ടം തരാനായിട്ട്. അപ്പോഴേക്കും അരുൺ ചേട്ടനും വിദ്യയും താഴോട്ട് വന്നു. സത്യം പറഞ്ഞ സെയിം ഏജുകാര് കൈനീട്ടം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ അനിയന്റെ ഭാര്യ ആയതുകൊണ്ട് നൈസായിട്ട് ആ പേരും പറഞ്ഞ് കൈനീട്ടം വാങ്ങിച്ചു കേട്ടോ വിദ്യയുടെ ഇന്ന്. ആൻഡ് ഇത് കോമഡി ആയിരുന്നു. അർജുൻ ചേട്ടൻ വിദ്യക്കും കൈനീട്ടം കൊടുത്തു, വിദ്യ തിരിച്ച് അർജുൻ ചേട്ടനും കൈനീട്ടം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീശമാധവൻ സിനിമ കാണുവാണ് കേട്ടോ. എത്രാമത്തെ വട്ടമാണെന്ന് അറിയില്ല, പക്ഷെ എപ്പോൾ കണ്ടാലും വളരെ ഫ്രഷ് ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കാണും. ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെളുപ്പാങ്കാലം നാദു, അരുൺചേട്ടൻ, വിദ്യ, അനു ഒക്കെ അമ്പലത്തിൽ പോയിരുന്നു. ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിള്ളേർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. പിന്നെ നാദു ഉറക്കം എഴുന്നേറ്റ് വന്നു. വിഷുവിന് നാദു സാരിയൊക്കെ കൊടുത്തു. നല്ല രസമില്ലേ? കുഞ്ഞിക്കുട്ടി സാരിയൊക്കെ കൊടുത്ത് കാണാൻ സൂപ്പറായിട്ടുണ്ട്.
അപ്പോഴേക്കും ദാ എത്തി നമ്മുടെ രാജകുമാരി. ഇത് ചിക്കു വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് അനു ഇട്ടിരിക്കുന്നത് കേട്ടോ, വിഷുവിന്. നല്ലൊരു പിങ്ക് കുർത്തി. വിഷു സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഇതിനെപ്പറ്റി നമ്മുടെ ശ്രുതി ഇല്ലേ, ചക്കപ്പഴത്തിലെ പൈങ്കിളി, ശ്രുതി നേരത്തെ നമ്മളെ ഇൻഫോം ചെയ്തിരുന്നു. ശ്രുതി ഇപ്പോൾ ദുബായിലാണ്, റേഡിയോ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വിഷു സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവാനായിട്ട് നമ്മളെ നേരത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ റെഡിയായി വന്നിരിക്കുന്നത്. നമ്മുടെ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റ് അല്ലേ. ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നും ശ്രുതി ദുബായിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ വഴി ഞങ്ങൾ ഒരേ ഫ്രെയിമിൽ സ്പേസ് ഷെയർ ചെയ്തിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ റേഡിയോ കേരളം യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. നല്ലൊരു ഇൻ്റർവ്യൂ സെഷനായിരുന്നു. കുറേ ചിരിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെറ്റുമുണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് 2 സ്റ്റുഡൻസ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടിയായിരുന്നു. പക്ഷേ ആ ഒരു സെറ്റ് സാരി കണ്ടപ്പോൾ ഞാൻ ആദ്യമേ മനസ്സിൽ തീരുമാനിച്ചിരുന്നു ഈ ഒരു ഷൂട്ടിന് ആ സെറ്റ് മുണ്ട് ഞാൻ ഉടുക്കും എന്നുള്ളത്. സെറ്റ് സാരി. എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഗൗരികൃഷ്ണ ഹോട്ടലിലോട്ട് വന്നു. ഇതിന് മുന്നേ എൻ്റെ വ്ളോഗിൽ ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട്. നല്ല സെറ്റ് ദോശയും ചന ഭട്ടൂരയും ചില്ലി പൊറോട്ടയും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടെ നിന്ന് നേരെ എൻ്റെ ഫ്രണ്ട് ജാമിഷയുടെ വീട്ടിലോട്ടാണ് പോയത്. സേഫിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സീനത്ത് ഹോട്ടലിൻ്റെ ഓണർ. അർജുൻ ചേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ 2 കുട്ടികളുണ്ടല്ലോ, ഇവരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈദ് ടൈമിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കൊച്ചുബേബിക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കൈനീട്ടം കൊടുത്തതിന് ശേഷം നേരെ അസറേട്ടൻ്റെ ഫാമിലിയിൽ ചെന്നു. അവിടെയും കുട്ടികൾക്ക് കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം അമ്മയുടെ അങ്ങോട്ടേക്ക് പോയി. അർജുൻ ചേട്ടൻ അപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഡിന്നറിന് പോകുമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു വിഷുവിന്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു അർജുൻ ചേട്ടൻ. പക്ഷെ അമ്മയും ഞാനും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ആ കാര്യം നടന്നില്ല. എന്തായാലും അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്തു അമ്മയുടെ വീട്ടിലേക്ക്. പിന്നെ അമ്മ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. ഇതിൻ്റെയൊക്കെ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും വിഷ്വൽസും ഒക്കെ അമ്മയുടെ വ്ളോഗിലുണ്ടാവും കേട്ടോ, നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ അതിൽ നിന്ന് വളരെ കുറച്ച് വിഷ്വൽസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നപ്പോൾ ഞാനും അർജുൻ ചേട്ടനും മാത്രമായപ്പോൾ കേട്ടോ വിഷു ട്രഡീഷണൽ ഡ്രസ്സിൽ. ഞങ്ങൾ നേരത്തെ ഷൂട്ടിനായിട്ട് ഇറങ്ങിയത് കൊണ്ട് പിന്നെ കോസ്റ്റ്യൂമൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. അർജുൻ ചേട്ടൻ ഇപ്പോഴും താര ടീച്ചറിൻ്റെ ചട്ടമ്പി സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് ഓരോ ഇങ്ങനത്തെ ഇൻസ്റ്റൻസിലും പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും അവിടെ വെച്ചാണ് അശോക് ഓർത്തത് കൊച്ചുബേബിക്ക് കൈനീട്ടം കൊടുത്തില്ല എന്ന് കേട്ടോ. അപ്പോൾ തന്നെ കൊച്ചുവിന് കൈനീട്ടമൊക്കെ കൊടുത്തു. ഈ ഒരു വീട്ടിൽ ഒത്തിരി മെമ്മറീസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനും അർജുൻ ചേട്ടനും കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലൈഫൊക്കെ ഈ ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, വേറൊരു ഫ്ലാറ്റിൽ, ഞങ്ങൾ ഈ വീട്ടിലും. ഞാൻ ഈ വിഷ്വൽസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അന്നത്തെ ആ മെമ്മറീസൊക്കെയാണ് ആലോചിക്കുന്നത്. അന്ന് നമ്മൾ വ്ളോഗിംഗ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ടൂ മച്ച് വിഷ്വൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. എങ്കിലും ചെറിയ ചെറിയ ഗ്ലിംസസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഈ ഒരു ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോയത് ടെഡ്സിലാണ് കേട്ടോ. ടെഡ്സിൻ്റെ ഫുൾ ഫോം ട്രാവൽ, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് സ്റ്റേ. ഇത് ശംഖുമുഖത്താണ്. ഈ ശംഖുമുഖം ഏരിയയിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വന്നേക്കുന്നത്. അതിന് മുന്നേ അങ്ങനെയില്ല. ഇത് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആംബിയൻസും ഇവിടുത്തെ മെനുവും എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ പറയും കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആംബിയൻസ് വൈസ് ആണെങ്കിലും ഇവിടെ ഇരുന്നാലുള്ള വ്യൂ വെച്ച് നോക്കുകയാണെങ്കിലും ഇനി ഇവിടുത്തെ
ഫുഡിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കിയാലും എല്ലാം 10/10 എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. അവർ ട്വിൻസ് ആണ് കേട്ടോ, അരുണും അനൂപും. അവരുടെ റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇത്രയും നാൾ വരാത്തതൊരു വലിയ നഷ്ടമായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾ വന്നത് നൈറ്റ് ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് വ്യൂ അത്ര വീഡിയോയിൽ വിസിബിൾ അല്ല. പക്ഷേ ആ ഒരു ഗ്ലാസിൻ്റെ അവിടെ നിന്ന് കടൽ കാണുന്ന ആ ഒരു വ്യൂ ഭയങ്കര ഫീലാണ് കേട്ടോ. ആംബിയൻസ് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും പ്രീമിയം ആൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽ. ഒരു ഫാമിലി ഡിന്നറിനൊക്കെ ദി ബെസ്റ്റ് സ്പോട്ടാണിത് കേട്ടോ. ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ എത്ര മെമ്പേഴ്സ് ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കാൻ വന്നേക്കുന്നത്. സാധാരണ ഇത്രയും വലിയൊരു ഗ്രൂപ്പൊക്കെ വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ അതിൽ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും അന്ന് വന്ന് കഴിച്ച ഫുഡും ഈ ഒരു പ്ലേസും എല്ലാവരും 10/10 ആണ് റേറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലം ആക്ച്വലി ട്രിവാൻഡ്രത്ത് വളരെ കുറവായിരിക്കും. നമ്മൾ എത്ര അധികം മെമ്പേഴ്സായിട്ട് പോയാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ്. ഓൾസോ മീ ബീങ് എ വെജിറ്റേറിയൻ, ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നത്തെ ഗ്രൂപ്പിൽ ഞാൻ, അമ്മ, അശോക്, ചിക്കു, ഞങ്ങൾ ഇത്രയും പേര് വെജിറ്റേറിയൻസ് ആണ്. സാധാരണ വെജിറ്റേറിയൻസിന് അങ്ങനെ, അതായത് ഈക്വലി ഗുഡായിട്ടുള്ള, നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഈക്വലി ഗുഡായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. പക്ഷെ ടെഡ്സ് ആ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. വെജിറ്റേറിയൻസിനും അടിപൊളി ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നോൺ വെജിറ്റേറിയൻസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പൊതുവെ ഭയങ്കര പാടാണ് റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാരണം കോമ്പറ്റീഷൻ അല്ലേ. പക്ഷേ ഇന്ന് ഇവിടെ നോൺ വെജ് കഴിക്കുന്ന അത്ര പേരുടെയും ബോധം പോയ കേട്ടോ ടേസ്റ്റ് കാരണം. അത്ര കിടിലം റെസിപ്പീസും ഒക്കെ ആയിരുന്നു. ഈ വെജ് മോമോസ് തന്നെ എൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജ് മോമോസ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പല സ്ഥലത്ത് നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടെറ്റ്സിലെ വെജ് മോമോസ് ഇറ്റ് ടോപ്സ് ദ ലിസ്റ്റ് കേട്ടോ. കിട്ടില്ലമായിരുന്നു. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. യു വിൽ താങ്ക് മീ കേട്ടോ. ഇവിടുത്തെ നോൺ വെജ് റാമൻ, വെജ് റാമൻ എല്ലാം സൂപ്പർബായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് റാമൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക്, അമ്മയ്ക്ക്, അശോകിന്, ചിക്കുവിന് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടാത്തത്. അർജുൻ ചേട്ടനും അനുവും അതെ കേട്ടോ, വളരെ ഈസി ആയിട്ട് ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്ത് റാമനൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെസേർട്ട്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബെസ്റ്റ് സെല്ലേഴ്സ് ഏതാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു സ്ട്രോബെറി ബൗളാണ് നമുക്ക് തന്നത്, സ്ട്രോബെറി സ്മൂത്തി ബൗൾ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഉയ്യോ, സാധാരണ ഈ നട്ട്സൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് മടി കാണിക്കില്ലേ, സീഡ്സും നട്ട്സും ഒക്കെ. പക്ഷെ ഈ ഒരു ഫോമിൽ തന്നാൽ ആരായാലും അത് മൊത്തം കഴിക്കും കേട്ടോ. എന്തോ യമ്മി ആയിരുന്നു എന്നറിയാമോ. ആ സ്ട്രോബെറി ബൗളും സൂപ്പർബായിരുന്നു, മാംഗോ ബൗളും സൂപ്പർബായിരുന്നു. ഇവിടുത്തെ ഈ ആംബിയൻസിൻ്റെ ആ ഒരു അത്രയും പ്രീമിയം ലുക്കും ഇവിടെ കിട്ടുന്ന ഫുഡിൻ്റെ ഒക്കെ പ്രീമിയം ലുക്ക് ഒക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ടു എക്സ്പെൻസീവ് ആണെന്ന് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഇപ്പൊ കണ്ടതും ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അശോകും ഞാനും ഒരുമിച്ച് ഡുവറ്റ് ഒക്കെ പാടി കുറേ നാളായി. ടെറ്റ്സിന്റെ ഫ്രണ്ടിൽ എന്തായാലും ഇങ്ങനെ ജാമിങ് സെഷൻ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു കേട്ടോ. ഇങ്ങനെ ഒരു വിഷു സത്യമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹാപ്പിനെസ്, ഇത്രയും വൈബൊക്കെ ആയിട്ടുള്ള കേട്ടോ. ഇതൊരു വളരെ ട്രഡീഷണൽ വിഷു സെലിബ്രേഷൻ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ എങ്ങനെയാണെങ്കിലും ഫാമിലി ഒരുമിച്ചുള്ളത് എപ്പോഴും സെലിബ്രേഷൻ ആണല്ലോ. അത് ട്രഡീഷണൽ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു വിഷു ശരിക്കും മെമ്മറബിൾ ആണ്. അതും എത്ര പേര്,
കുറച്ച് പേരായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. ഇത്രയും അധികം മെമ്പേഴ്സ് ഉള്ളത് തന്നെയായിരുന്നു ഈ വിഷു കളർഫുൾ ആയത് കേട്ടോ. പിന്നെ അതാ നമ്മുടെ കുട്ടി ഡാൻസർ എന്നെ സ്റ്റെപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനും നാദുമായിരുന്നു കൊച്ചുവിൻ്റെ സ്റ്റുഡൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുവും കൂടെ ജോയിൻ ചെയ്തു. കൊച്ചു ബേബി അറിഞ്ഞോ അറിയാതെയോ എനിക്ക് തോന്നുന്നു ഒഡീസി ടൈപ്പ് മൂവ്മെന്റ്സ് ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ആൾക്ക് കുറച്ചിങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളിൽ ഡാൻസ് ഉണ്ട്, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. പക്ഷെ ഞാൻ എപ്പോൾ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ നോക്കിയാലും ആളെനിക്ക് നിന്ന് തരത്തേ ഇല്ല കേട്ടോ. എന്തായാലും ആയതായി എന്ന് പറഞ്ഞ് ഞാൻ എന്താ എൻജോയ് ചെയ്യാണ് കൊച്ചു ബേബിയുടെ കൂടെ. എൻ്റെ അമ്മ അതെല്ലാം ആസ്വദിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് അമ്മയുടെ വ്ളോഗിൽ അമ്മയുടെ ചാനലിൽ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു അവസരത്തിൽ എനിക്ക് ടെഡ്സിനോട് ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് പറയാനുണ്ട്. അരുണിനോടും അനൂപിനോടും പ്രത്യേകിച്ച്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇത്രയും ഒരു അടിപൊളി സ്പോട്ടിൽ വന്ന് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതും നല്ല ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാവും. ആൻഡ് നിങ്ങൾ ഈ വിസിറ്റ് ചെയ്യുമ്പോഴേ കുറച്ച് ഒരു സൺസെറ്റിൻ്റെ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു വ്യൂ കുറേ കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കപ്പിൾസിനൊക്കെ പെർഫെക്റ്റ് റൊമാൻറ്റിക് പ്ലേസ് ആണെന്ന് ഞാൻ പറയും കേട്ടോ. ഈ ഒരു വ്യൂ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? എന്തായാലും ഞങ്ങൾ ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഇവിടെ ബോയ്സ് ഗ്യാങ് ഒക്കെ ചെറിയൊരു റൈഡിന് പോയിട്ട് വന്നു. ആൻഡ് എൻ്റെ അമ്മ ആസ് യൂഷ്വൽ കടലമ്മയോട് കുറച്ച് പരിഭവവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷു. ഐ ഹോപ്പ് യു ഗൈസ് റിയലി എൻജോയ്ഡ് വാച്ചിങ് ദിസ് വ്ളോഗ്. Love you guys so much. See you next time. Bye.